നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു. ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം. കൂടാതെ കണ്ണഞ്ചിപ്പിക്കും ഓഫറുകളും. ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം. ലക്ഷ്മി ഇവന്റ്സ് എളനാട്. ഫോൺ 9562227443. നാട്ടിലിറങ്ങി ഭീതി പരത്തുന്ന കാട്ടാനയെ തുരത്താൻ അടിയന്തര നടപടിയുമായി ഭരണകൂടം. ചേലക്കര, വടക്കാഞ്ചേരി മേഖലകളിൽ ആശങ്ക നിറയ്ക്കുന്ന കാട്ടാനകളെ തുരത്താൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ MP, MLAമാർ, CCF, സബ് കളക്ടർ, പോലീസ്, വനം വകുപ്പ്, റവന്യൂ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. താൽക്കാലിക RRT 2 ദിവസം കൊണ്ട് സജ്ജമാക്കും. ജനജാഗ്രതാ സമിതി രൂപീകരിക്കും. കാട്ടാനശല്യം കൂടുതലുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. വനം വകുപ്പിലെ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുടർച്ചയായി നിരീക്ഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന നടപടികളുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. നമ്മുടെ 2 മണ്ഡലത്തിൽ, അതായത് ചേലക്കരയും അതുപോലെ വടക്കാഞ്ചേരി മണ്ഡലത്തിന് അടുത്ത കാലത്തായിട്ട് ആനകളുടെ ശല്യം വർദ്ധിക്കുക. നേരത്തെ 1 ആന, 2 ആന, 3 ആന എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 17 ആനകളായി വർദ്ധിച്ചു. അപ്പോൾ ആ ആവാസ വ്യവസ്ഥയിൽ തന്നെ വലിയ വ്യത്യാസം വരും. അവിടെ 1 ആനയ്ക്കോ 2 ആനയ്ക്കോ തിന്നാൻ കിട്ടിയിരുന്നത് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നത് ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അത് ലഭ്യമാകാതെ വരുമ്പോൾ പുറത്തേക്ക് വരും. അതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം. അത് വേണ്ടിയാണ് നമ്മളത് എങ്ങനെ ആ ആനകളെ നമുക്കിവിടെ തുരുത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ഇരുന്ന് ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കാടുകളിലുള്ള ആനകളെ പതുക്കെ ഇവിടുന്ന് തുരത്താനുള്ള, ഉൾവനങ്ങളിലേക്ക് തുരത്താനുള്ള നടപടി ആദ്യം സ്വീകരിക്കും. അതുപോലെ ടെമ്പററി RRT ഇവിടെ പ്രവർത്തനം 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. അതുപോലെ ജനജാഗ്രതാ സമിതികൾ ഫലപ്രദമായിട്ട് ചേരും. നമ്മുടെ ലോക്കൽ ബോഡീസിനെ നല്ലപോലെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ലോക്കൽ ബോഡീസിൻ്റെ ഇടപെടൽ, കർഷകരുടെ ഇടപെടൽ, ജനങ്ങളുടെ ഇടപെടൽ, അതെല്ലാം കൊണ്ട് ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഇവർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം വരുന്നത് മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതലുണ്ടാകും. അതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ ഏറ്റവും അപകടമായിട്ടുള്ള വന്യമൃഗങ്ങൾ വരുന്ന പ്രദേശങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അവിടെ ബോർഡുകൾ സ്ഥാപിക്കും. സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി ജാഗ്രതപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മറ്റ് സ്റ്റാഫിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ കുറേ കൂടി CCF തന്നെ നേരിട്ടെത്തി അത് പരിശോധിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മാസ്റ്റർ പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, ആക്ഷൻ പ്ലാൻ. അപ്പോൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. പെട്ടെന്ന് ചെയ്യാനുള്ള, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അത് ടൈം ബൗണ്ടായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസിലെയും റവന്യൂവിലെയും ഫോറസ്റ്റിലെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളും വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്.